ഓപ്പറേഷൻ 2.0 ഉടൻ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇപ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു കാര്യം. ഇതിന് പിന്നിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതി ഭവനിൽ ചെന്നിട്ട് ദ്രൗപദി മുർമുവുമായി ഒരു കൂടിക്കാഴ്ച നടത്തുന്നു. ഇതിനുശേഷം ആഭ്യന്തരമന്ത്രി, അതാണ് മണിക്കൂറുകളുടെ ഇടവേളയിലാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷായും രാഷ്ട്രപതി ഭവനിലേക്ക് ചെല്ലുന്നു, ഒരു കൂടിക്കാഴ്ച നടത്തുന്നു. പിന്നീട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, അതുപോലെ തന്നെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ഇവരൊക്കെ തന്നെ ചില കൂടിയാലോചനകൾ, ഡിഫൻസ് മേഖലയുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളൊക്കെ നടത്തുന്നു. അപ്പോൾ ഈ വിവരങ്ങൾ രാഷ്ട്രപതി ഭവൻ എക്സ് പോസ്റ്റിലൂടെ പുറത്തേക്ക് വിടുന്നു. അതാണ് ലോകം വളരെയധികം ശ്രദ്ധിച്ചത്. എന്നാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഓഫീസോ ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസോ യാതൊരു കാര്യവും ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല. അപ്പം ഈ മീറ്റിങ്ങിൽ ചില ഗൗരവപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്തുവെന്നും ചില നീക്കങ്ങൾ ഇന്ത്യ നടത്താൻ പോകുന്നുവെന്നുമുള്ള റൂമറാണ് ഇപ്പോൾ പരക്കുന്നത്. ഇതിന് കാരണം ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞതിൻ്റെ വാർഷികമാണ് ഓഗസ്റ്റ് 5. അതുകൊണ്ട് തന്നെ POK മേഖല കേന്ദ്രീകരിച്ച് ചില പാക് ഭീകര സംഘടനകൾ എന്തിനൊക്കെയുള്ള കോപ്പ് കൂട്ടുന്നു. ഇത് നമ്മുടെ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ കൃത്യമായി അറിയുകയും ഭരണകൂടത്തെ അത് ബോധിപ്പിക്കുകയും അല്ലെങ്കിൽ അറിയിക്കുകയും ഒക്കെ ചെയ്തു. ഇതിന് ശേഷമാണ് ഇന്ത്യൻ പ്രസിഡന്റും ഇന്ത്യൻ പ്രധാനമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ച, അതുപോലെ തന്നെ ഡിഫൻസ് മേഖലയിലെ ഉന്നത ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ചില ആശയവിനിമയങ്ങൾ ഇതൊക്കെ നടത്തിയിരിക്കുന്നത്. അതായത് ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ച് 90 ദിവസങ്ങൾക്ക് ശേഷം തകർന്നുപോയ പാകിസ്ഥാനിലെ ഭീകര സംഘടനകളുടെ പരിശീലന കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കാൻ ആരംഭിച്ചു. കൃത്യമായി പറഞ്ഞാൽ 90 ദിവസങ്ങൾക്കുള്ളിൽ 15 ഭീകര പരിശീലന കേന്ദ്രങ്ങൾ അവർ നിർമ്മിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതിനുള്ള പണം, ആയുധം, ബാക്കി സാങ്കേതിക സഹായം ഇതെവിടെ നിന്ന് ലഭിച്ചു? അത് പാകിസ്ഥാൻ ഭരണകൂടം തന്നെ നൽകുന്നു. അതായത് ലഷ്കർ-ഇ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ്, ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് തുടങ്ങിയ ഭീകര സംഘടനകൾക്ക് അവരുടെ ഭീകര പരിശീലന കേന്ദ്രങ്ങൾ വീണ്ടും നിർമ്മിക്കാനായി $100 കോടി സഹായമാണ് പാകിസ്ഥാൻ നൽകിയിരിക്കുന്നത്. അപ്പം ISIയുടെ തലപ്പത്തുള്ള ആൾക്കാരും ലഷ്കർ തോയ്ബയുടെ തലപ്പത്തുള്ള ആൾക്കാരും ജെയ്ഷെ മുഹമ്മദിൻ്റെ തലപ്പത്തുള്ള ആൾക്കാരും പാക് ഭരണകൂടത്തിലെ ചില ഉന്നത ഉദ്യോഗസ്ഥരും തമ്മിൽ തന്ത്രപ്രധാനമായ ചില മീറ്റിങ്ങുകൾ അവിടെ നടത്തി. ആ മീറ്റിങ്ങിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു പക്ഷേ POKയിലൂടെ ഇന്ത്യൻ അതിർത്തിയിൽ ആക്രമണം നടത്താനാണെന്നാണ് സൂചനകൾ പുറത്തേക്ക് വരുന്നത്. അങ്ങനെ ഒരു നീക്കം നടത്തിയാൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തിരിച്ചടി എത്ര വലുതായിരിക്കുമെന്ന് പാകിസ്ഥാന് സങ്കല്പിക്കാൻ കഴിയുന്നില്ല. ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം 90 ദിവസങ്ങൾക്കുള്ളിൽ പാകിസ്ഥാനിൽ ചിതറിപ്പോയ ഭീകര പ്രവർത്തകരെല്ലാം തന്നെ വിശാലമായൊരു പ്രദേശത്തേക്ക് ഒത്തുകൂടും. എന്നിട്ട് ചെറിയ ചെറിയ ക്യാമ്പുകൾ രൂപീകരിച്ച് അങ്ങോട്ടേക്ക് മാറ്റുന്നു. അതായത് 20 മുതൽ 25 അംഗങ്ങൾ വരെയുള്ള ക്യാമ്പുകളാണ് ഇപ്പോൾ ഈ പുനർനിർമ്മിച്ചവയിലുള്ളത്. നേരത്തെ 100 മുതൽ 125 വരെ അംഗങ്ങളുണ്ടായിരുന്നു. അപ്പോൾ പാകിസ്ഥാന് മേൽ ഇന്ത്യ ഒരു ആക്രമണം നടത്തിയാൽ ഈ ഭീകരന്മാർ കൂട്ടത്തോടെ കൊല്ലപ്പെടും. അതുണ്ടാകാതിരിക്കാൻ വേണ്ടി വികേന്ദ്രീകരിച്ച് നിൽക്കുക എന്നുള്ള പുതിയ തന്ത്രം ഇവർ ഉപയോഗിക്കുന്നു. പക്ഷേ എങ്കിൽ പോലും കൃത്യമായ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മുന്നോട്ട് പോകാൻ ഇവർ ശ്രമിക്കുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ ഗൗരവമായി കാണേണ്ടത്. അപ്പോൾ ആർട്ടിക്കിൾ 370 2019 ഓഗസ്റ്റ് 5 നമ്മൾ എടുത്തു കളഞ്ഞപ്പോൾ പാകിസ്ഥാൻ്റെ സഹായത്തോടെ ജമ്മു കാശ്മീർ നിന്ന് കത്തും, ജമ്മു കാശ്മീരിൽ വലിയ അക്രമ സംഭവങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ BJP സർക്കാരിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമായിരുന്നു കശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ 370 എടുത്തു കളയുമെന്നുള്ളത്. 2014 BJP അധികാരത്തിൽ വരുന്നു. 2019 വീണ്ടും അധികാരത്തിൽ വന്നാൽ ഈ നിയമം നടപ്പാക്കുമെന്ന് പറഞ്ഞു. കൃത്യമായിട്ട് അധികാരമേറ്റ് മാസങ്ങൾക്കുള്ളിൽ ഇത് നടപ്പാക്കി. അങ്ങനെ ജമ്മു കാശ്മീർ എന്നും ലഡാക്ക് എന്നും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ട് ഇത് മാറി. എന്നിട്ട് ഇവിടെ ഇലക്ഷനും നടത്താൻ തീരുമാനിച്ചു. അതിനു മുമ്പ് അവിടേക്ക് വരുന്ന ആർമിയുടെ ട്രക്കുകളെ ഉൾപ്പെടെ വിദ്യാർത്ഥികൾ ആക്രമിക്കുന്നു, യുവാക്കൾ ആക്രമിക്കുന്നു. അങ്ങനെ സൈന്യത്തിന് പല മേഖലയിലേക്കും കടന്നു ചെല്ലാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ മോദി സർക്കാർ രണ്ടാമതും അധികാരത്തിൽ വന്നതിന് ശേഷം അത്തരത്തിലുള്ള നീക്കങ്ങളെ പൂർണ്ണമായിട്ടും നമ്മൾ തകർത്തെറിഞ്ഞു. മാത്രമല്ല വിദ്യാർത്ഥികളെ എല്ലാം തന്നെ പഠിക്കാനായിട്ട് സ്കൂളിലേക്കും കോളേജുകളിലേക്കുമൊക്കെ നിർബന്ധപൂർവ്വം അയക്കുന്നു. യുവാക്കൾക്ക് തൊഴിൽ നേടാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നു. അപ്പോൾ ജമ്മു കാശ്മീരിൽ വലിയ കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ചവർക്ക് മേൽ സൈന്യത്തെ ഇറക്കി നമ്മൾ അതെല്ലാം തന്നെ അടിച്ചമർത്തി.
ഇതിനുശേഷം അവിടെ ഇലക്ഷൻ നടക്കുന്നു. വലിയ പോളിംഗ്, അതായത് ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത പോളിംഗ് ആണ് അവിടെ നടന്നത്. അങ്ങനെ ജമ്മു കാശ്മീരിൽ ഒരു സർക്കാർ ഉണ്ടാകുന്നു, ഒരു മുഖ്യമന്ത്രി ഉണ്ടാകുന്നു. പക്ഷേ ഡൽഹിയെ പോലെ ഒരു കേന്ദ്രഭരണ പ്രദേശമായി തുടരുകയാണ്. എങ്കിലും ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞതിനെതിരെ അവിടുന്ന് പല ആളുകളും സുപ്രീം കോടതിയെ സമീപിക്കുന്നു, കേസാകുന്നു, വലിയ പ്രശ്നമായി. പക്ഷേ സുപ്രീം കോടതി പറയുന്നുണ്ട് ഭരണഘടനയ്ക്ക് വിരുദ്ധമായ യാതൊരു പ്രവർത്തനം ഇവിടെ നടത്തിയിട്ടില്ല. പിന്നെന്താണ് പ്രശ്നം? ഈ പറയുന്ന പ്രത്യേക പദവി എടുത്തു കളയുന്നതിൽ പ്രശ്നമൊന്നുമില്ല. മാത്രമല്ല ഭരണകൂടം പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും സമയത്ത് ഈ പറയുന്ന പ്രത്യേക പദവി ജമ്മു കാശ്മീരിന് തിരിച്ചു നൽകും, പക്ഷേ ലഡാക്കിനെ കേന്ദ്രഭരണ പ്രദേശമായിട്ട് നിലനിർത്തുകയും ചെയ്യുമെന്ന് പറയുന്നു. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിനിടയിലാണ് ഈ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതിൻ്റെ വാർഷികത്തോടനുബന്ധിച്ച് ചില പരിപാടികൾ, ചില പദ്ധതികളൊക്കെ തന്നെ പാകിസ്ഥാനിലെ ഭീകരർ പ്ലാൻ ചെയ്യുന്നു, പദ്ധതി ഇടുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഇതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ പല മേഖലകളിലും POKയിൽ ഇന്ത്യൻ അതിർത്തിയോട് ചേർന്നുള്ള സ്ഥലങ്ങളിൽ റഡാർ, സാറ്റലൈറ്റ് നിരീക്ഷണങ്ങളൊക്കെ ഇവർ നടത്തുന്നു. അതായത് ഈ തിങ്ങിയ വനമേഖല, ഇടതൂർന്ന വനമേഖല ഉള്ള സ്ഥലങ്ങളിലാണ് ഇപ്പോൾ 15ഓളം ക്യാമ്പുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഈ ക്യാമ്പുകളിൽ ഇപ്പോൾ പുതുതായിട്ട് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നു. പണ്ടത്തെ പോലെ ആളുകളെ ഒന്നും കിട്ടുന്നില്ല എങ്കിൽ പോലും റിക്രൂട്ട്മെൻറ്റിന് തയ്യാറായിട്ട് ആളുകളെ എത്തിക്കാനായിട്ട് പാക് ഭരണകൂടം തന്നെ നേരിട്ട് രംഗത്തിറങ്ങുന്നു. അപ്പം ISIയുടെ പിന്തുണയോടുകൂടി, പാക് ഭരണകൂടത്തിൻ്റെ പിന്തുണയോടുകൂടി ഈ ഭീകര സംഘടനകളെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കുന്നു. എന്നിട്ട് ഇന്ത്യക്ക് മേലൊരു ആക്രമണത്തിനുള്ള കോപ്പ് കൂട്ടുന്നു. അപ്പം അസിം മുനീർ എന്ന് പറയുന്ന ഭരണാധികാരിക്ക്, അതായത് സൈനിക തലവനും രാഷ്ട്രത്തിൻ്റെ തലവനായി മാറണമെങ്കിൽ ഇന്ത്യക്ക് മേലൊരു വിജയം നേടണം. അത് ഏതെങ്കിലും ഒരു ചെറിയ പ്രദേശത്തെ ആക്രമിച്ച് അവിടെ വലിയ നാശനഷ്ടങ്ങൾ വരുത്തിയാണെങ്കിൽ അങ്ങനെ. കാരണം ഇന്ത്യക്ക് മേൽ ഒരു ആക്രമണം നടത്തിയെന്നോ ഇന്ത്യക്ക് മേൽ നാശനഷ്ടം വരുത്തിയെന്നോ ഒരു വാർത്ത പ്രചരിച്ചാൽ അത് പാകിസ്ഥാനിലെ മതഭീകരരായ, മതത്തെ അന്ധമായി സ്നേഹിക്കുന്ന ജനങ്ങൾക്ക് വലിയൊരു ഉണർവ് നൽകും. അത് അസിം മുനീറിനുള്ള പിന്തുണയായിട്ട് മാറും. അങ്ങനെ സർവ്വസൈന്യാധിപനായി വാഴുന്ന അസിം മുനീറിന് രാഷ്ട്രത്തിൻ്റെ തലവനായി മാറാം. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ കിട്ടിയ മുഴുവൻ പ്രഹരത്തിനും ഒരു ചെറിയ മറുപടിയെങ്കിലും കൊടുക്കാം. അതിന് അനുകൂലമായ സാഹചര്യം ഒരുക്കിയെടുത്തപ്പോഴാണ് ഈ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് വാർഷിക പരിപാടികളൊക്കെ സംഘടിപ്പിക്കാൻ പോകുന്നു. ഒരു പക്ഷേ ഈ സമയത്ത് തന്നെ ഈ നഷ്ടപ്പെട്ടു പോയ പ്രത്യേക പദവിയല്ലേ അത് മാറ്റിയിട്ട് ജമ്മു കാശ്മീർ ഒരു സംസ്ഥാന പദവി, ആ ബഹുമതി ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ നൽകിയേക്കും. അതിനുള്ള ഒരുക്കങ്ങളും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഒക്കെ പ്രസിഡന്റിനെ അങ്ങോട്ട് പോയി ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നു, അല്ലെങ്കിൽ പ്രസിഡന്റിനെ ബോധ്യപ്പെടുത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന സംഭവങ്ങൾ ഉണ്ടാകാൻ പോകുന്നു, നമ്മൾ ഇന്ന രീതിയിൽ പ്രതികരിക്കും, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ അറ്റാക്ക് ചെയ്യും. ഇത്തരം കാര്യങ്ങളൊക്കെ ഇന്ത്യൻ പ്രസിഡന്റിനെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതിനായിട്ടുള്ളൊരു നീക്കമായിരിക്കും നടത്തുന്നത്. എന്തായാലും പ്രധാനമന്ത്രിയുടെ ഓഫീസൊന്നും ഇക്കാര്യം ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല. മാത്രമല്ല ഈ ഡിഫൻസ് മേഖലയിലെ ഉന്നതരുമായി ചേർന്ന് ഈ മന്ത്രിമാരൊരു യോഗം നടത്തുന്നു. കിരൺ റിജിജു, JP നദ്ദ എന്നിവരുമായിട്ട്, പിന്നെ പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗ് പ്രത്യേകമായിട്ടൊരു കൂടിക്കാഴ്ച നടത്തുന്നു. അപ്പം എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണത്തിൻ്റെ മുന്നറിയിപ്പ് നമ്മുടെ ഇൻ്റലിജൻസ് വിഭാഗത്തിന് ലഭിച്ചു എന്നതിൻ്റെ ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഔദ്യോഗികമായി പറയുന്നില്ല. കാരണം അതിർത്തി കടക്കുന്ന ഭീകര പ്രവർത്തനവുമായിട്ട് പാകിസ്ഥാൻ വന്നാൽ, അല്ലെങ്കിൽ ഭീകര ക്യാമ്പുകളുമായിട്ട് ഇനിയും ഉയർന്നു വന്നാൽ അതിനെ ഒരു യുദ്ധപ്രഖ്യാപനമായി കാണും. ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞ അങ്ങനെ ഒരു പ്രഖ്യാപനമുള്ള സാഹചര്യത്തിൽ ഓപ്പറേഷൻ 2.0 ആരംഭിച്ചേക്കാം. അതായത് അതിർത്തിയിലുണ്ടാകുന്ന ഒരു ചെറിയ പ്രകോപനമോ അതുപോലെ തന്നെ ഈ ഭീകര ക്യാമ്പുകളിലുള്ള ആളുകളുടെ പ്രവർത്തനങ്ങളോ നമ്മൾ കൃത്യമായിട്ട് നിരീക്ഷിക്കും. മാത്രമല്ല ഈ ഭീകര ക്യാമ്പുകൾ ഇപ്പോൾ സ്ത്രീകളെയും കുട്ടികളെയും കൊണ്ട് നിർത്തിയിരിക്കുന്നു. ഏതെങ്കിലും കാരണവശാൽ നമ്മൾ ആക്രമണം നടത്തുകയാണെങ്കിൽ ഇവരെ ഹ്യൂമൻ ഷീൽഡായിട്ട് ഉപയോഗിക്കണം. ഇത് മറ്റൊരു തന്ത്രമാണ്. അപ്പോൾ നെറ്റ്വർക്കുകൾ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തി റഡാർ, സാറ്റലൈറ്റ് സംവിധാനങ്ങളിലൂടെ നിരീക്ഷണം നടത്തി ആധുനിക ടെക്നോളജി എല്ലാം തന്നെ ഭീകരർ ഉപയോഗിച്ചു തുടങ്ങുന്നു. അപ്പോൾ പെട്ടെന്ന് ഇത്തരത്തിലുള്ള ചില സഹായങ്ങളൊക്കെ തന്നെ ആർമി, അതായത് പാകിസ്ഥാൻ ആർമിയും ISIയും ഈ ഭീകര സംഘടനകൾക്ക് നൽകണമെങ്കിൽ വളരെ പെട്ടെന്ന് POK മേഖലയിലോ ജമ്മു കാശ്മീർ മേഖലയിലോ ഒക്കെ നിന്ന് ഒരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പഹൽഗാം അറ്റാക്ക് ഉണ്ടായതിന് ശേഷം അതിൽ പ്രവർത്തിച്ച ആളുകളെല്ലാം തന്നെ നമ്മൾ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്തിപ്പോൾ കൊലപ്പെടുത്തുകയും കൂടി ചെയ്ത സാഹചര്യത്തിൽ ആകെപ്പാടെ പാകിസ്ഥാൻ പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ നഷ്ടപ്പെട്ടു പോയ ഇമേജ് വീണ്ടെടുക്കാൻ, അതുപോലെ തന്നെ സൈനികരുടെ നഷ്ടപ്പെട്ടു പോയ ആ ഒരു ആത്മവിശ്വാസം തിരികെ കൊണ്ടുവരാൻ, ഇതിനൊക്കെ തന്നെ ഇന്ത്യക്ക് മേൽ ഒരു ആക്രമണം നടത്തേണ്ടത് പാകിസ്ഥാൻ്റെ ആവശ്യമാണ്. പക്ഷേ നേരിട്ട് അറ്റാക്ക് ചെയ്യാനുള്ള ധൈര്യവുമില്ല. അതുകൊണ്ടാണ് ഈ ലഷ്കർ-e-തോയ്ബ, ദ റെസിസ്റ്റൻസ്
സിറ്റിസൺസ് ഫ്രണ്ട്, അതുപോലെ ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകളുമായിട്ട് ISIയുടെ തലപ്പത്തുള്ളവർ കൂടിക്കാഴ്ച നടത്തുന്നത്, തന്ത്രപ്രധാനമായ ചില മീറ്റിങ്ങുകൾ നടത്തുന്നത്. ഇതിൻ്റെ അർത്ഥം ഒരു ആക്രമണത്തിനുള്ള കോപ്പുകൂട്ടൽ ഈ നമ്മുടെ അതിർത്തിയിൽ നടക്കുന്നുണ്ട്. ജമ്മു കാശ്മീർ മേഖലയിൽ എപ്പോൾ വേണമെങ്കിലും അത് സംഭവിക്കാം. അങ്ങനെ സംഭവിച്ചാൽ ഓപ്പറേഷൻ 2.0 ആരംഭിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പ്രസിഡന്റിനെ കൃത്യമായിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനായിട്ട് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് രാഷ്ട്രപതി ഭവനിലേക്ക് എത്തിയത്. എന്തായാലും ഡൽഹിയിലെ അണിയറ വർത്തമാനം ഇതൊക്കെയാണെങ്കിൽ പോലും ഔദ്യോഗികമായി ഇക്കാര്യങ്ങളൊന്നും അവർ സ്ഥിരീകരിക്കുന്നില്ല. മാത്രമല്ല ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞ് ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി മാറ്റിവെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ജമ്മു കാശ്മീരിന് സംസ്ഥാന പദവി നൽകുന്നതിനെക്കുറിച്ചുള്ള കൂടിയാലോചനകളാണ് ഇവിടെ നടക്കുന്നതെന്ന് വരുത്തി തീർക്കാനും നമ്മുടെ ഭരണകൂടത്തിന് സാധിക്കും. എന്തായാലും പ്രകോപനമുണ്ടായാൽ ഓപ്പറേഷൻ 2.0 ഉടൻ ആരംഭിക്കുന്ന കാര്യത്തിൽ സംശയം വേണ്ട.